എല്ലാവർക്കും നമസ്കാരം. സോളിനിൻ്റെ പുതിയ പോഡ്കാസ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആനന്ദ്. ഞാൻ അനു. മനഃശാസ്ത്രത്തിൽ താല്പര്യമുള്ള നമ്മളെപ്പോലുള്ളവർക്ക് തൊഴിൽ നഷ്ടമാവുമോ എന്ന ഭയം അല്ലെങ്കിൽ തൊഴിലില്ലായ്മ ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥയെ എങ്ങനെ ബാധിക്കുന്നു എന്ന് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. ഇന്ന് നമ്മൾ ഈ ഭയത്തെക്കുറിച്ചും അത് മനഃശാസ്ത്രത്തിൽ വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ചുമാണ് സംസാരിക്കാൻ പോകുന്നത്. അനു, സുരക്ഷിതമായ ഒരു ജോലി എന്നത് പലർക്കും വെറും ഒരു വരുമാന മാർഗം മാത്രമല്ല, അതൊരു അസ്തിത്വവും ആത്മവിശ്വാസവുമാണ്. ജോലി നഷ്ടപ്പെടുമോ എന്ന ചിന്ത പലപ്പോഴും നമ്മളെ വല്ലാതെ അസ്വസ്ഥരാക്കാറുണ്ട്. ഇത് വെറും ഒരു സാമ്പത്തിക പ്രശ്നമല്ല, മറിച്ച് ആഴത്തിലുള്ള മാനസിക സംഘർഷങ്ങൾക്ക് വഴിവെക്കുന്ന ഒന്നാണ്. തീർച്ചയായും ആനന്ദ്, തൊഴിൽ നഷ്ടപ്പെടുമോ എന്ന ഭയം നമ്മൾ വരുത്തുന്ന ചില മാറ്റങ്ങളെക്കുറിച്ച് ചിന്തിച്ചു നോക്കാം. ഒന്നാമതായി, അമിതമായ ഉത്കണ്ഠയും സമ്മർദ്ദവും. ജോലിയെക്കുറിച്ചുള്ള ആശങ്ക ഭാവിയിലെ അനിശ്ചിതത്വത്തെക്കുറിച്ച് ഭയത്തിലേക്ക് നയിക്കുന്നു. ഇത് അമിതമായ ഉത്കണ്ഠയ്ക്കും മാനസിക സമ്മർദ്ദത്തിനും കാരണമാകും. രണ്ടാമത്, ആത്മവിശ്വാസം കുറയുന്നു. ഒരു ജോലി നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ ജോലി കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ സ്വന്തം കഴിവുകളിലുള്ള വിശ്വാസം നഷ്ടപ്പെടാനും ആത്മവിശ്വാസം കുറയാനും സാധ്യതയുണ്ട്. മൂന്നാമതായി, സാമൂഹികമായ ഒറ്റപ്പെടൽ. തൊഴിലില്ലായ്മ ചിലപ്പോൾ സാമൂഹിക ഇടപെടലുകളിൽ നിന്നും വിട്ടുനിൽക്കാൻ പ്രേരിപ്പിക്കാം. ഇത് ഒറ്റപ്പെടലിലേക്കും വിഷാദത്തിലേക്കും നയിച്ചേക്കാം. നാലാമതായി, ദേഷ്യവും നിരാശയും. സാഹചര്യങ്ങളോടുള്ള ദേഷ്യം, നിരാശ, ചിലപ്പോൾ കുറ്റബോധം എന്നിവയെല്ലാം ഈ അവസ്ഥയിൽ സാധാരണമാണ്. അഞ്ചാമതായി, ശാരീരിക ബുദ്ധിമുട്ടുകൾ. മാനസിക സമ്മർദ്ദം, ഉറക്കമില്ലായ്മ, വിശപ്പില്ലായ്മ, തലവേദന പോലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളിലേക്കും നയിച്ചേക്കാം. തൊഴിലില്ലായ്മ എന്ന ഭയം കേവലം ഒരു സാമ്പത്തിക ഭീഷണിയല്ല, അത് മനുഷ്യ മനഃശാസ്ത്രത്തിൽ ആഴത്തിലുള്ള മാറ്റങ്ങളാണ് വരുത്തുന്നത്. ഉദാഹരണത്തിന്, നമ്മുടെ മനസ്സിൻ്റെ സ്ഥിരതയെ ഇത് കാര്യമായി ബാധിക്കും. അതെ ആനന്ദ്, ഈ ഭയം നമ്മുടെ ചിന്താഗതിയിലും പെരുമാറ്റത്തിലും കാര്യമായ വ്യതിയാനങ്ങൾ വരുത്തും. ഒന്നാമതായി, നെഗറ്റീവ് ചിന്താഗതി. ഭാവിയെക്കുറിച്ച് നിഷേധാത്മകമായി മാത്രം ചിന്തിക്കാനും പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കാനും ഇത് കാരണമാകും. വൈകാരികമായ തളർച്ച. ചെറിയ കാര്യങ്ങൾ പോലും അമിതമായി വൈകാരികമായി പ്രതികരിക്കാനും നിയന്ത്രിക്കാൻ കഴിയാതെ വരാനും സാധ്യതയുണ്ട്. മൂന്നാമതായി, ഉറക്കമില്ലായ്മ. തുടർച്ചയായ ചിന്തകളും ഉത്കണ്ഠകളും നല്ല ഉറക്കമില്ലാതെയാക്കും. ഇത് കൂടുതൽ ക്ഷീണത്തിലേക്കും മാനസിക ബുദ്ധിമുട്ടുകളിലേക്കും നയിക്കും. നാലാമതായി, മുൻഗണനകൾ മാറുന്നു. സാമ്പത്തിക സുരക്ഷിതത്വത്തെക്കുറിച്ചുള്ള ഭയം മറ്റു സന്തോഷങ്ങളെയും താല്പര്യങ്ങളെയും താൽക്കാലികമായി മാറ്റിവെക്കാൻ പ്രേരിപ്പിച്ചേക്കാം. അഞ്ചാമതായി, ബന്ധങ്ങളെ ബാധിക്കാം. പങ്കാളിയുമായോ കുടുംബാംഗങ്ങളുമായോ ഉള്ള ബന്ധത്തിൽ ഈ ഭയം ചിലപ്പോൾ അകൽച്ചയുണ്ടാക്കിയേക്കാം. കാരണം വ്യക്തിക്ക് തൻ്റെ വിഷമങ്ങൾ പങ്കുവെക്കാൻ മടിയുണ്ടാകാം. അനു, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രാവർത്തികമാക്കാനും ഈ ഭയത്തെ അതിജീവിക്കാനും മാനസികാരോഗ്യത്തെ പരിപോഷിക്കാനും സഹായിക്കുന്ന ഒരു മികച്ച ആപ്ലിക്കേഷനെ എനിക്ക് ഓർമ്മ വരുന്നു. സോളിൻ ആപ്പ്. സോളിൻ ആപ്പ് അതൊരു വെൽനസ് ആപ്ലിക്കേഷനാണ്. ഈ സാഹചര്യത്തിൽ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ ഈ ആപ്പ് എങ്ങനെ സഹായിക്കുമെന്ന് പറയാമോ? തീർച്ചയായും. സോളിൻ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് പ്രയോജനങ്ങൾ ലഭിക്കും. ഒന്നാമതായി, മൈൻഡ്ഫുൾനെസ് കോഴ്സുകൾ. തൊഴിലില്ലായ്മ ഭയമുണ്ടാക്കുന്ന സമ്മർദ്ദം കുറയ്ക്കാനും മനസ്സിന് ശാന്തത നൽകാനും സഹായിക്കുന്ന മൈൻഡ്ഫുൾനെസ് കോഴ്സുകൾ ഇതിൽ ലഭ്യമാണ്. ഇത് ഓരോ നിമിഷത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ആശങ്കകളിൽ നിന്ന് മുക്തി നേടാനും സഹായിക്കും. അടുത്തതായി, സ്ട്രെസ് ഫ്രീ ജീവിതം. ചിട്ടയായ പരിശീലനങ്ങളിലൂടെ നിങ്ങൾക്ക് സമ്മർദ്ദരഹിതമായ ഒരു ജീവിതം നയിക്കാൻ ഈ ആപ്പ് സഹായിക്കുന്നു. ഈ ഭയത്തെ ആരോഗ്യകരമായി നേരിടാൻ ഇത് നിങ്ങളെ പ്രാപ്തരാക്കും. അടുത്തതായി, ഗൈഡഡ് മെഡിറ്റേഷൻ. വിദഗ്ധർ നയിക്കുന്ന ധ്യാന സെഷനുകൾ നിങ്ങളുടെ മനസ്സിനെ ഏകാഗ്രമാക്കാനും ശാന്തമാക്കാനും സഹായിക്കും. ഇത് നിങ്ങൾക്ക് ആന്തരികമായ ശക്തിയും സമാധാനവും നൽകുന്നു.
അടുത്തതായി വ്യക്തിഗത പരിശീലനം. നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള വ്യക്തിഗത പരിശീലനങ്ങളും ഇതിൽ ലഭ്യമാണ്. ഇത് നിങ്ങളുടെ മാനസികാവസ്ഥ മെച്ചപ്പെടുത്താനും പുതിയ സാധ്യതകൾ കണ്ടെത്താനും സഹായിക്കാം. വളരെ നല്ല കാര്യമാണല്ലോ ആനന്ദ്. നമ്മുടെ ശ്രോതാക്കൾക്ക് അവരുടെ മൊബൈൽ ഫോണിൽ ഇപ്പോൾ തന്നെ സോളിൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഒരു സ്ട്രെസ് ഫ്രീ ജീവിതത്തിലേക്കും കൂടുതൽ സന്തോഷത്തിലേക്കും എത്താൻ ഇത് അവരെ സഹായിക്കും. അതിലെ കോഴ്സുകൾ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ മാനസികാരോഗ്യത്തെ ഒരു മുതൽക്കൂട്ട് നൽകുന്നത് വളരെ വിവേകപരമായൊരു കാര്യമായിരിക്കും. ഓർക്കുക, തൊഴിൽ എന്നത് ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. നിങ്ങളുടെ വ്യക്തിത്വത്തെയും മൂല്യത്തെയും നിർണ്ണയിക്കുന്നത് ജോലിയല്ല. ഈ ഭയത്തെ ധൈര്യത്തോടെ നേരിടാനും പുതിയ അവസരങ്ങൾ കണ്ടെത്താനും നിങ്ങൾക്ക് കഴിയട്ടെ. നമ്മുടെ ഇന്നത്തെ ചർച്ച നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. തൊഴിലില്ലായ്മ എന്ന ഭയത്തെ അതിജീവിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ഞങ്ങളുടെ പോഡ്കാസ്റ്റ് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അടുത്ത ദിവസം പുതിയൊരു വിഷയമായി ഞങ്ങൾ വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.